ഗുഡ് മോർണിംഗ്. മാർക്കറ്റ് ഏകദേശം 39 പോയിൻ്റ് അപ് ട്രെൻഡ് കാണിക്കുന്നുണ്ട്. കാലത്ത് തന്നെ നിഫ്റ്റി 39 പോയിൻ്റ് അപ് ട്രെൻഡാണ്. അടുത്തത് നമ്മൾ ഓസിലേറ്റേഴ്സ് ആയിക്കോട്ടെ, മറ്റ് മൂവിങ് ആവറേജസ് ഒക്കെ ആയിട്ട് അതൊക്കെ ഇപ്പോഴും ഒരു ബൈനെ തന്നെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. മാർക്കറ്റിൽ ഒരു US ആയിക്കോട്ടെ എല്ലാം ഒരു പ്ലസ് പോയിന്റിൽ ഫ്യൂച്ചർ നിൽക്കുന്നുണ്ട്. ഫ്യൂച്ചർ ഒരു പ്ലസ്സിലാണ് നിൽക്കുന്നത് എന്നുള്ളത് പോസിറ്റീവായിട്ട് എടുക്കാം. എങ്കിലും ഇന്നലെ ഡൗ ജോൺസ് ആയിക്കോട്ടെ, S&P ആയിക്കോട്ടെ, നാസ്ഡാക്ക് ആയിക്കോട്ടെ എല്ലാം തർക്കമില്ലാത്ത ഒരു നെവിഡിയുടെ ഇസുമായിട്ട് ബന്ധപ്പെട്ട് ചെറിയ ഡൗൺ തന്നെയാണ് വന്നിരിക്കുന്നത്. അതായത് മനസ്സിലാക്കണം. അപ്പോൾ ഓട്ടോമാറ്റിക്കലി -10 കീപ്പ് ചെയ്യുന്നുണ്ട്. ഇൻഡെക്സ് ഫ്യൂച്ചർ മാത്രം നോക്കിയിട്ട് കാര്യമില്ല. ട്രെൻഡ് അമേരിക്കൻ മാർക്കറ്റിൽ നിന്ന് നെഗറ്റീവ് ഇപ്പോഴും കീപ്പ് ചെയ്യുന്നുണ്ട്. അത് ഫുള്ളായിട്ടൊരു ഹൈ സ്പീഡ് തോന്നുന്നില്ല. എങ്കിലും നമ്മുടെ മാർക്കറ്റിൽ നിന്ന് അപ് ട്രെൻഡ് ഉണ്ട് എന്നുള്ളത് പോസിറ്റീവാണ്. പക്ഷേ ഒരു സൈഡ് വൈസ് മാർക്കറ്റിലേക്ക് വരാനുള്ള സാധ്യത ഇവിടെ കാണിക്കുന്ന പോലെ തോന്നുന്നു. ഇന്ന് സൈഡ് വൈസ് രണ്ട് സൈഡിലേക്ക് മാർക്കറ്റ് കളിക്കാം. വാച്ച് ചെയ്യാവുന്ന കൊണ്ടായിരിക്കും. സോളാർ ഇൻഡസ്ട്രീസ് നോക്കൂ. ഓക്കെ, ഇപ്പോൾ നിഫ്റ്റി ഏകദേശം 6 പോയിൻ്റ് പ്ലസ് ആണ്. പക്ഷേ എങ്കിൽ തന്നെ എന്താ ചെറിയ വിഷയം എന്ന് പറഞ്ഞാൽ ഇന്നലെ ക്ലോസ് ചെയ്ത് വീക്ക്നെസ് ക്ലോസിംഗ് ആണ്. വീക്ക്നെസ് ക്ലോസ് ചെയ്യുന്ന മാർക്കറ്റിൽ ഒരു പോസിറ്റീവ് ട്രെൻഡ് കിട്ടിയാലും ചിലപ്പോൾ ഓപ്പൺ ചെയ്യുന്നത് വീക്കായിട്ട് ഓപ്പൺ ചെയ്യും. ഓക്കെ, വീക്കായിട്ട് ഓപ്പൺ ചെയ്യാൻ സാധ്യത. അങ്ങനെ വരികയാണെങ്കിൽ നല്ലതാണെന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ വീക്ക് ഓപ്പണിങ് നടക്കുകയാണെങ്കിൽ, വീക്കായിട്ട് ഓപ്പണിങ് നടക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് കുറച്ച് താഴത്തേക്കൊന്ന് പോകും. താഴത്തേക്കൊന്ന് പോകുന്നതിന് എന്തിനാ, ഇന്നലത്തെ സെല്ല് ചെയ്ത് വെച്ചേക്കണ പൊസിഷൻ അവർക്ക് കവർ ചെയ്യണമെങ്കിൽ അത് കുറച്ച് താഴത്തേക്ക് പോകും. അങ്ങനെ 2 ദിവസം എനിക്ക് തോന്നുന്നു ഒരു മാക്സിമം ഇതിന് വരാൻ പോകുന്ന സമയം ഒരു 10 o'clock വരെ ഉണ്ടാവുള്ളൂ. 10 AM അല്ലെങ്കിൽ അതിന് മുമ്പോ. ഈ 10 AM ഈ സാധനങ്ങൾ കംപ്ലീറ്റ് കവറാവും. അവിടുന്ന് മാർക്കറ്റ് സൈഡ് വൈസ് ആവാൻ സാധ്യത. അപ്പോൾ മാർക്കറ്റ് അവിടുന്ന് സൈഡ് വൈസ് ആവാൻ സാധ്യത. താഴെ ചെന്നിട്ട് ഷോർട്ട് നിങ്ങൾ അടിക്കേണ്ട, താഴെ ചെന്നിട്ട് റിക്കവറി വരാനുള്ള സാധ്യത കൂടുതലാണ്. എന്നാൽ അതിന് ദൂരം അധികം ഉണ്ടാവില്ല. അപ്പോൾ സെൻസെക്സ് കളിക്കുന്നത് നല്ലതായിരിക്കും. കാരണം ചെറിയ ദൂരത്തിൽ ചെറിയ അളവിൽ നമുക്ക് ലിക്വിഡിറ്റി കിട്ടുന്നതുകൊണ്ട് സെൻസെക്സ് അടിക്കാൻ നല്ലതായിരിക്കും. അപ്പോൾ ഇത്തിരി സ്പീഡിൽ ട്രേഡിങ് നടക്കും. അപ്പോൾ എനിക്ക് തോന്നും ആ താഴെ വരികയാണെങ്കിൽ, കാലത്ത് മാർക്കറ്റ് താഴെ വരികയാണെങ്കിൽ ഡിപ്പിൽ ബൈ ആയിട്ട് എടുക്കുന്നത് നല്ലതായിരിക്കും. അത് വെച്ച് വലിയൊരു ഹൈ മൂവ്മെൻ്റ് ഒന്നും ആരും പ്രതീക്ഷിക്കേണ്ട. നോർമൽ മൂവ്മെൻറ്റുകളേ ഉണ്ടാവുള്ളൂ. സെലക്റ്റീവ് സ്റ്റോക്സിലേ വരുന്നുള്ളൂ. ചെറിയ സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ട് ട്രേഡ് ചെയ്യാനും പ്രയാസമായിരിക്കും. എങ്കിലും ഇന്നത്തെ മാർക്കറ്റിൽ രണ്ട് സൈഡിലും കോളും പുട്ടും ഒരുമിച്ചെടുത്ത് കളിക്കാൻ പറ്റും. കോളും പുട്ടെന്ന് എപ്പോഴും പറഞ്ഞു ശരിക്കും കോളും പുട്ടൊന്നും ഞാൻ അത്ര അട്രാക്റ്റീവ് അല്ല. ശരിക്കും ഫ്യൂച്ചറാണ് എല്ലാവരും കളിക്കേണ്ടത്. അതിന് കാശില്ലാണ്ട് വരുമ്പോൾ നമ്മൾ ഈ റിസ്ക്കിലേക്ക് പോവുകയാണ്. റിസ്ക്കിലേക്ക് തള്ളിയിടുന്നതൊക്കെ എല്ലാ സ്ഥലങ്ങളിലും ഈ ഓപ്ഷൻ മാർക്കറ്റ് ഇത്ര ആക്റ്റീവായിട്ട് വേൾഡിൽ നടക്കുന്നത് ഇന്ത്യ മാത്രമാണ്. മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ ഫ്യൂച്ചറാണ് ഏറ്റവും കൂടുതൽ കളിക്കുന്നത്. അപ്പോൾ ക്ലൈൻറ്റുകൾ നല്ല ക്യാഷുള്ളവർ എപ്പോഴും ഫ്യൂച്ചറിൽ കളിക്കാൻ ശ്രമിക്കുക. അതാണ് അതിൻ്റെ ശരി എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇതൊക്കെയാണ് മാർക്കറ്റിൻ്റെ ട്രെൻഡുകൾ. ഓക്കെ, ബൈ.